Hi students, നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ പ്ലസ് ടുവിലെ മൈക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ്. സാധാരണ 6 മാർക്ക് 8 മാർക്ക് സെക്ഷനിൽ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഈ അടുത്ത കാലങ്ങളിൽ ഇടയിലും, അതായത് 2 മാർക്ക് 4 മാർക്ക് സെക്ഷനിലും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ചാപ്റ്ററാണ്, അത്യാവശ്യം മാർക്ക് വരുന്ന ചാപ്റ്ററാണ്. അതിലെ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് വളരെ എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്, 2021 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ക്വസ്റ്റ്യനാണ്. 8 മാർക്ക് സെക്ഷനിൽ വന്നേക്കുന്നതാണ്. നമുക്കിങ്ങനെയാണ്, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് TC, AFC, SAC, SMC ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. ആദ്യം തന്നെ ഞാൻ ഓരോ ടേം എന്താണെന്ന് പറയാം. TFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, TVC ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, TC ടോട്ടൽ കോസ്റ്റ്, AFC ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, SAC ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസിൻ്റെ ഫോർമുലാസ് അറിയണം. അപ്പോൾ ആദ്യം തന്നെ ഫോർമുല കാണാം. ഇപ്പോൾ TC എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വാരിയബിൾ കോസ്റ്റ്, ഓർ TC എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് ഇൻറ്റു Q എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ടാണ്. അങ്ങനെ TFC എന്ന് പറഞ്ഞാൽ TC മൈനസ് TC, അല്ലെങ്കിൽ AFC ഇൻറ്റു Q. TVC എന്ന് പറഞ്ഞാൽ TC മൈനസ് TFC, അല്ലെങ്കിൽ AVC ഇൻറ്റു Q. അങ്ങനെ കുറച്ച് ഫോർമുലാസ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ TCയുടെ അതേ സംഭവം തന്നെയാണ് ACയിലും വരുന്നത്. നോക്കിയാൽ TC എന്ന് പറഞ്ഞാൽ TFC പ്ലസ് TVC. ആ ടിയുടെ സ്ഥാനത്ത് ആക്കിയാൽ മതി, AFC പ്ലസ് AVC. TFC എന്ന് പറഞ്ഞാൽ TC മൈനസ് TVC. അപ്പോൾ AFC എന്ന് വെച്ചാൽ AC മൈനസ് AVC. ആ ടിയുടെ സ്ഥാനത്ത് ആക്കി കഴിഞ്ഞാൽ ഈ ഫോർമുലാസ് പഠിച്ചാൽ നമുക്ക് ഈ ഫോർമുലാസ് കിട്ടും. പിന്നെ MC എന്ന് പറയുന്നത് TCയുടെ നമ്മുടെ നമ്പറിൽ നിന്ന് പ്രീവിയസ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ MC കിട്ടും. നമുക്ക് പ്രോബ്ലത്തിൽ കാണാം. പിന്നെ ഈ ഫോർമുലാസും പഠിക്കണം. ചില സമയത്ത് നമുക്ക് TC TFC തരിക, ചില സമയത്ത് നമുക്ക് AFC AVC ആയിരിക്കും തരാം. ഈ കണക്കിൽ നമുക്ക് TFC TVC ആണ് തന്നേക്കണേ. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ഫോർമുല വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ TC ടോട്ടൽ കോസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു. TFC പ്ലസ് TVC ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. 100 പ്ലസ് 0 100, 100 പ്ലസ് 100 200, 100 പ്ലസ് 200 300, 100 പ്ലസ് 300 400, 100 പ്ലസ് 400 500. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് AFC ആണ്. AFCയുടെ ഫോർമുല നോക്കുക. AFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TFC ബൈ Q ഉണ്ട്, AC മൈനസ് AVC ഉണ്ട്. ഈ ഫോർമുല ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് AC അറിയണം, പക്ഷെ നമുക്ക് AC അറിയില്ല. അപ്പോൾ അടുത്ത ഫോർമുല ഏതാ? TFC ബൈ Q. AFC എന്ന് പറഞ്ഞാൽ TFC ബൈ Q. നമുക്ക് TFC തന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ടാണ് Q എന്ന് പറയുന്നത്. അപ്പോൾ AFC എന്ന് പറഞ്ഞാൽ TFC ബൈ Q. ഈ കോളം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ AFC എന്ന് പറഞ്ഞാൽ TFC ഡിവൈഡഡ് ബൈ Q. അതായത് TFC 100 ബൈ 0 0. അതേമാതിരി തന്നെ 0 നമുക്ക് നോട്ട് ആൻസർ ഡിഫൈൻഡ് അല്ല, അപ്പോൾ നമുക്ക് നില്ലെന്ന് ഇട്ടാലും കുഴപ്പമില്ല. 100 ബൈ 1 100, 100 ബൈ 2 50, 100 ബൈ 3 നമുക്ക് 33 പോയിൻ്റ് അങ്ങനെ ഡെസിമൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. $33.3. അതേമാതിരി തന്നെ 100 ബൈ 4 25. ഇനി SAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് റൺ ആണ്, അതായത് ACയുടെ ഫോം. AFC പ്ലസ് AVC എന്ന് പറഞ്ഞ ഫോർമുലയുണ്ട്, അല്ലെങ്കിൽ AC ബൈ TC എന്ന് പറയുന്ന ഫോർമുലയുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് SAC കണ്ടുപിടിക്കാനാണ്. അപ്പോൾ SACയുടെ AFC പ്ലസ് AVC ആ ഫോർമുല എടുക്കാം. AFC പ്ലസ് AVC അല്ലെങ്കിൽ TC ബൈ Q. ഇതിൽ നമുക്കിപ്പോൾ TC ആണ് തന്നേക്കണം, അതുകൊണ്ട് TC ബൈ Q.
അതായത് SAC എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റാണ്. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഏതാണ്? 100 ഡിവൈഡഡ് ബൈ Q. എഗെയിൻ ബൈ 0 ആണ്. നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആൻസർ, നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നില്ലെന്ന് എഴുതാം. അതേമാതിരി തന്നെ അടുത്തത് 200 ബൈ 1 200. എഗെയിൻ 300 ബൈ 2 150. എഗെയിൻ 400 ബൈ 3 എന്ന് പറഞ്ഞ ഒരു ഡെസിമലാണ് 1.3 3.3. എഗെയിൻ 500 ബൈ 4 എന്ന് പറഞ്ഞാൽ 125. ഇനി SMC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലത്തെ EMC, അതായത് മാർജിനൽ കോസ്റ്റ് തന്നെയാണ്. ഈ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആകുമ്പോൾ SMC എസും കൂടി കൂട്ടി പറയുന്നു എന്ന് മാത്രം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ TC മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട 100ന് അങ്ങനെ മൈനസ് ചെയ്യേണ്ട ഫസ്റ്റത്തെ കോളം നമ്മൾ നില്ലാക്കിയിടുക. പിന്നെ 100 മൈനസ് 0 100, 200 മൈനസ് 100 100, 300 മൈനസ് 100 200 100, 400 മൈനസ് 300 100. ഇങ്ങനെ ആണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 6 മാർക്കോ 8 മാർക്കോ വാങ്ങിക്കാം. പക്ഷേ അത് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഈ ഫോർമുലാസ് അറിയണം. ഈ ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് അനുസരിച്ച് വേണം നമ്മൾ ഫോർമുലാസ് ചൂസ് ചെയ്യാൻ. ചില സമയത്ത് TVC TVFC ഒക്കെ ആയിരിക്കും തരാം. ചില സമയത്ത് AFC AVC ഒക്കെ ആയിരിക്കും തരാം. അപ്പോൾ തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഈ ഫോർമുലാസ് ചൂസ് ചെയ്ത് ഈ കണക്ക് ചെയ്യും.